നമ്മുടെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന ഒരു ഡൗട്ട് ഉണ്ട്. ഡോക്ടർ, എനിക്ക് വെയിറ്റ് ഉള്ളത് കൊണ്ടാണോ PCOD വരുന്നത്, അതോ PCOD ഉള്ളത് കൊണ്ടാണോ വെയിറ്റ് വെക്കുന്നതെന്ന്? ഇതിപ്പോ കോഴിയാണോ ആദ്യം വരുന്നത് ഇല്ലെങ്കിൽ മുട്ടയാണോ ആദ്യം വരുന്നതെന്ന് ചോദിക്കുന്ന പോലെയാണ്. ശരിക്കും രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വിഷ്യസ് സൈക്കിൾ പോലെയാണ്. എന്നാൽ ഈ സൈക്കിൾ ശരിക്കും എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇത് ഞാൻ വളരെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഈ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഫുഡ് ബോഡിയിൽ ചെന്ന് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സെൽസിന്റെ അകത്ത് കയറണമെങ്കിൽ അതിനൊരു ഹോർമോണിന്റെ ആവശ്യമുണ്ട്. അതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ സെൽസിനെ ഈ ഒരു ഡോർ ആയിട്ടും ഇൻസുലിനെ ഈ ഒരു കീ ആയിട്ടും ഒക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാം. നോർമലി നമ്മൾ ഈ കീ വെച്ച് ഡോർ തുറക്കും. അതുപോലെയാണ് നമുക്കിപ്പം ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നൊരവസ്ഥയിൽ ഈ ലോക്കിന് തുരുമ്പ് പിടിച്ച പോലത്തെ അവസ്ഥയാണ്. അപ്പൊ അതായത് ഇൻസുലിൻ നമ്മുടെ ബോഡി സെൽസിന്റെ അകത്തോട്ട് കയറില്ല. ബോഡിക്ക് ഇത് മനസ്സിലാകുന്നില്ല. ബോഡി എന്ത് ചെയ്യും? ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പിന്നെയും പിന്നെയും ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മുടെ ബ്ലഡിൽ ഇൻസുലിന്റെ ലെവൽ കൂടും. അപ്പം ഇതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഇൻസുലിൻ എന്ന് പറയുന്നത് ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ്. ശരിക്കും അങ്ങനെയല്ല. ഈ ഇൻസുലിന്, അതായത് ഓവറിയിൽ വരെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ കൂടുമ്പോഴത്തേക്കും ഈ ഓവറിയിലുള്ള ഫോളിക്കിൾ മെച്ചുവർ ആകില്ല, അതിൻ്റെ തടസ്സപ്പെടുത്തും. അതായത് ഈ ഓവറിയിലുള്ള സെൽസ്, അതായത് തീക്ക സെൽസ് ആൻഡ്രോജനെ പ്രൊഡ്യൂസ് ചെയ്യും, അഥവാ ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടെസ്റ്റോസ്റ്റിറോൺ കൂടുമ്പോഴത്തേക്കും ഈ ഫോളിക്കിളിനെ മെച്ചുവർ ആകാൻ സമ്മതിക്കില്ല. അപ്പോൾ ഓവുലേഷൻ നടക്കില്ല, പീരീഡ്സ് ഇറഗുലർ ആവും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഒരു മെയിൽ ഹോർമോണാണ്. അപ്പം നമ്മുടെ PCOD പേഷ്യൻസിൽ എന്തൊക്കെ കാണും? ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും, ആക്നെ ഉണ്ടാവും, ഹെയർ ലോസസ് ഒക്കെ ഉണ്ടാകും. ഇതിനൊരു മറ്റൊരു ഭാഗം കൂടി ഉണ്ട് വെച്ചു. അതായത് PCOD സമയത്ത് നമുക്ക് ഈ വെയിറ്റ് കുറയാനും അത്യാവശ്യം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ബെല്ലി ഫാറ്റ് കൂടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. ബെല്ലി ഫാറ്റ് കൂടുമ്പോൾ നമുക്ക് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇനിയും കൂടും. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പിന്നെയും ഈ PCODയുടെ സിംറ്റംസ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു സൈക്കിള് പോലെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ PCOD കൊണ്ടാണോ ഒബിസിറ്റി ഉണ്ടാവുന്നത്, ഒബിസിറ്റി കൊണ്ടാണോ PCOD ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും ഉത്തരം അതേന്ന് തന്നെയാണ്. കാരണം പക്ഷെ ഒരു PCOD ഒരു കേഴ്സ് അല്ല, നമുക്ക് ബോഡി തരുന്ന ഒരു സിഗ്നൽ ആണ്. നമുക്ക് കൃത്യമായ ഹോമിയോപ്പതി മരുന്നും അതിനോടൊപ്പം തന്നെ വെയിറ്റ് ലോസ് മാനേജ്മെന്റും നല്ല ഉറക്കവും ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈക്കിളിന് ബ്രേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലിനിക്കിൽ, അതായത് പ്രൈം ഹോമിയോപ്പതി ക്ലിനിക്കിൽ PCOD മാനേജ് ചെയ്യുന്നത്? So see you on next video. Do contact us. Thank you. Thank you.